ദൈവത്തെ ശുദ്ധീകരിക്കാൻ തക്കവണ്ണം നമ്മൾ വിശ്വസിക്കണം. जब लोग देखने के समय परमेश्वर को पवित्र ठहराना है. അപ്പോൾ ഞാൻ വിശ്വാസിയാണെന്ന് പറയുകയും ദൈവനാമം നമ്മിലൂടെ പുഷിക്കപ്പെടുകയാണ് എങ്കിൽ ദൈവത്തിന്റെ കോപം നമ്മുടെ മേൽ വരും. तो इसका मतलब है कि मैं विश्वासी हूं, मैं परमेश्वर पर यीशु मसीह विश्वास करता हूं करके मैं दूसरे मर्जी अपने मर्जी के अनुसार चलूंगा और परमेश्वर को पवित्र नहीं ठहराऊंगा तो परमेश्वर का दंड मेरे पर आएगा. മോശയോട് ദൈവം പറയുകയാണ്, ഈ സഭയെ കൊണ്ട് നീ ഞാൻ പറഞ്ഞ വാഗ്ദത്ത ദേശത്ത് ഇവരെ നീ കൊണ്ടുപോകത്തില്ല. और परमेश्वर मूसा से कहता है तुम इस प्रजा को लेकर उनको कनान देश में नहीं लेके जाओगे. അതിന്റെ കാരണം എന്താണ്? उसका कारण क्या है? ആമേൻ. എന്നെ ശുദ്ധീകരിക്കുവാൻ തക്കവണ്ണം എന്നെ വിശ്വസിക്കാതിരുന്നത് കൊണ്ട്, मुझे पवित्र ठहराने के लिए तुमने मुझ पे विश्वास नहीं किया. അപ്പൊ നമ്മുടെ ആരാധന, നമ്മുടെ പ്രാർത്ഥന എന്തായിരിക്കണം? ദൈവ മഹത്വം എടുക്കണം. तो हमारी प्रार्थना, हमारी आराधना क्या होना